അപ്പോൾ നമ്മുടെ ആ ഫണ്ട് കൈമാറ്റം ഇവിടെ നടക്കുകയാണ്. നമ്മുടെ 1ാം ക്ലാസ്സുകാരൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർക്കാണ് കൈമാറുന്നത്. നമ്മളൊരു എന്താ സംഭവം എന്നറിയോ, നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കരുവാരകുണ്ട് പുൽവട്ട GLP സ്കൂളിൽ 1ാം ക്ലാസ് പഠിക്കുന്ന ഇന്ത്യാസ് മോന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കായ്ക്കുടുക്ക പൊട്ടിച്ച് ഫണ്ട് കൊടുത്തു, പൈസ കൊടുത്തു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിരുന്നു, വിവരങ്ങൾ തന്നിരുന്നു, ഇന്ത്യാസ് മോനെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കണ്ടുങ്ങാണ്ട് നമ്മുടെ ഈ ഒരു പുൽവട്ട സ്കൂളിലെ അധ്യാപകരൊക്കെ പാടെ കൂടിങ്ങാണ്ട് ഇന്ത്യാസ് മോന് ഒരു സൈക്കിള് മേടിച്ച് കൊടുത്തു. അതിൻ്റെ ഒരു കൈമാറ്റ ഫോട്ടോ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് സ്റ്റേജ് വെച്ച ചടങ്ങ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവൻ്റെ ഉമ്മയും അതുപോലെ തന്നെ അവനൊക്കെ എത്തിയിട്ടുണ്ട്, അധ്യാപകരൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് ആ ഒരു ചടങ്ങ് കാണാം. അധ്യാപകർക്ക് എന്താ എന്ന് പറയാനുള്ള കാര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വയനാട് ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം ഏതാനും ദിവസം സ്കൂൾ അവധിയായിരുന്നു. സ്കൂൾ അവധി കഴിഞ്ഞ ആദ്യ ദിവസത്തിൽ തന്നെ ഈ വാർത്തയൊക്കെ കണ്ട നമ്മൾ 1ാം ക്ലാസ്സിലെ ഇന്ത്യാസ് എന്ന കുട്ടി, അവന് നമ്മൾ നിർദ്ദേശങ്ങളൊന്നും കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കൈവശം ഉണ്ടായിരുന്ന അവൻ്റെ സമ്പാദ്യത്തിൻ്റെ എല്ലാ തുകയും ക്ലാസ് ടീച്ചറെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിന് സ്വയം തയ്യാറായി അവൻ്റെ മുഴുവൻ സമ്പാദ്യവും ഇവിടെ ഏൽപ്പിച്ചു. അതൊരു സൈക്കിൾ വാങ്ങാൻ വേണ്ടി മാറ്റിവെച്ച തുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആരുടെയും പ്രേരണ കൂടാതെ ഈ ഒരു വലിയ ദുരന്ത സമയത്ത് അവിടെയുള്ള കുട്ടികളെയും ഒക്കെ സഹായിക്കാൻ വേണ്ടി അവൻ തയ്യാറായ ഈ ഒരു സന്നദ്ധതയ്ക്ക് ഇവിടുത്തെ അധ്യാപകർ അവനൊരു സമ്മാനമായി സൈക്കിള്, അവൻ ആഗ്രഹിച്ച ആ ഒരു സൈക്കിള് ഇവിടെ കൈമാറുകയാണ്. അവൻ സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച തുകയാണ് നമുക്ക് ദുരന്ത ഫണ്ടിലേക്ക് തന്നത്. അവൻ ആ സൈക്കിൾ എന്ന സ്വപ്നം ഇവിടുത്തെ അധ്യാപകർ ചേർന്ന് സാക്ഷാത്കരിച്ച് നൽകുകയാണ്. അവനുള്ള സൈക്കിൾ കൈമാറുന്ന ഒരു ചടങ്ങിലാണ് നമ്മളുള്ളത്. ദുരന്തം TV-യിലും മറ്റ് കണ്ട് ആ കുട്ടികൾക്ക് ആവുന്നത്ര, ആ പ്രദേശത്തിന്, ആ നാട്ടുകാർക്ക് ആവുന്നത്ര സഹായങ്ങൾ എത്തിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരൻ്റെ സമ്പാദ്യപ്പെട്ടി തുറന്നിരിക്കുക. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും മാതൃകയായി മാറുന്നൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തെ വെറുതെ സംഭാവന കൊടുക്കൽ മാത്രമായിട്ട് ഒതുക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. ഞങ്ങൾ ആ കുട്ടിക്ക് കുട്ടിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ തീരുമാനിക്കാനുണ്ടായത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്തത്. ആരുടെ നിർദ്ദേശമൊന്നും കൂടാതെ, അധ്യാപക വിഭാഗങ്ങളുടെ നിർദ്ദേശമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് സൈക്കിളിനായി സ്വരൂപിച്ച ഒരു തുക, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തുക അവൻ ഇത് വയനാട്ടിലെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവിടെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് ചെയ്ത ആ വിദ്യാർത്ഥിക്ക് ആ ഒരു സൈക്കിൾ ഇവിടുത്തെ അധ്യാപകർ ചേർന്ന് ഇന്ന് നൽകുകയാണ്. മുതിർന്നവർ പോലും നമ്മളിപ്പോൾ പേപ്പറിൽ കാണുന്നുണ്ട്, വയനാടിനെ ചേർത്ത് പിടിക്കൂ, നിങ്ങളുടെ കയ്യിലുള്ള ഒരു പൈസയാണെങ്കിൽ അത് അക്കൗണ്ടിലൂടെ കൊടുത്ത് വയനാട് നമ്മൾ റീബിൽഡ് ചെയ്യുക എന്ന ആശയം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മളിവിടെ ഇരുന്ന ഞാൻ ഉൾപ്പെടെ ചിന്തിച്ച് നോക്കി, നമ്മളൊരു പൈസ പോലും കൊടുക്കാത്ത എത്ര ആൾക്കാരുണ്ട്. ഞാൻ ഉൾപ്പെടെ കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ കൊടുക്കണം, അത് നമ്മൾ മനസ്സിലുണ്ട്, കൊടുക്കണം. പക്ഷേ ഇതൊന്നും ഒരാളും ആവശ്യപ്പെടാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത ഇന്ത്യാസിനെ ഏറ്റവും മുക്തമായ ഏത് വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കണം എനിക്കറിയില്ല. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ